ഇവിടെ ഒരാൾ ഒരു തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു പഴയ വീടിന്റെ മതിലിൽ ഒരു ഓട്ട ശ്രദ്ധിക്കുന്നു. അതിലൂടെ അകത്തേക്ക് നോക്കി അയാൾ കാണുന്നത് കുറച്ച് വെള്ളി നാണയങ്ങൾ വരിവരിയായി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഉടനെ തന്നെ അയാൾ ആ മതിലിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. സോ അത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ആ മതിലിന്റെ ഹോളിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. പൊടുന്നനെ അതിനുള്ളിലുണ്ടായിരുന്ന ആരോ ഒരാൾ അയാളുടെ കഴുത്തിൽ ഒരു കയറിട്ട് കുരുക്കി അയാളെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഉള്ളിലാവട്ടെ ഒരു കഴുത ചക്കിനു ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അത് കറങ്ങുന്നതിനനുസരിച്ച് അയാളുടെ ശവശരീരം മുകളിലേക്ക് ഉയർന്ന് തൂങ്ങി നിൽക്കുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചോളത്തോട്ടത്തിലെ നോക്കുകുത്തിക്ക് ചുറ്റും പക്ഷികൾ പറക്കുന്നത് കണ്ട് രണ്ട് പോലീസുകാർ അതെന്താണെന്ന് നോക്കാൻ ചെല്ലുന്നു. പോലീസുകാരിൽ ഒരാൾ ആ നോക്കുകുത്തിയുടെ തൊപ്പിയെടുത്ത് മാറ്റിയതോടെ ഞെട്ടി വിറച്ചുപോയി. കാരണം അവരുടെ മേലധികാരിയെയാണ് കൊന്ന് ആ നോക്കുകുത്തിയായി വെച്ചിരിക്കുന്നത്. പിന്നീട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് ആ ബോഡി നേരെ നിർത്തുന്നതിനായി ഉപയോഗിച്ച വടി അവർക്ക് കിട്ടുന്നു. രക്തക്കറ പുരണ്ടിരുന്ന ആ വടിയിൽ എന്തോ എഴുതിയിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നു. ആ എഴുതിയിരിക്കുന്നത് ഒരു തുണി അതിനു മുകളിൽ പൊതിഞ്ഞ് അത് ആ തുണിയിലേക്ക് പകർത്തിയെടുക്കുന്നു. അതെന്താണെന്ന് പരിശോധിച്ച അവർ ഞെട്ടിത്തരിച്ചുപോയി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് അവർ കരുതിയിരുന്ന ഒരു സീരിയൽ കില്ലറിന്റെ സിഗ്നേച്ചർ ആയിരുന്നു അത്.